ജോണേട്ടാ, കഴിഞ്ഞ ബുധൻ ചൊവ്വ ദിവസങ്ങളിൽ കോഴിക്കോട് ട്രേഡ് സെന്ററിൽ വെച്ച് ഒരു മോട്ടിവേഷൻ സ്പീക്കറിനെ കണ്ടം വഴി ഓടിച്ചിട്ടുണ്ട്. അനിൽ ബാലചന്ദ്രൻ. ഈ മോട്ടിവേഷൻ സ്പീക്കർമാരെ തട്ടി നടക്കാൻ വയ്യാത്തൊരു കാലത്തൂടെയാണല്ലോ നമ്മൾ പോകുന്നത്. സീരിയസ് ആയിട്ട് പറഞ്ഞതാ കാര്യത്തില്. എന്നാൽ ഈ മോട്ടിവേഷൻ കിട്ടി രക്ഷപ്പെട്ട ഒരുത്തനെ എനിക്ക് അറിഞ്ഞുകൂടാ. പോയിന്റാണ്. മോട്ടിവേഷൻ കിട്ടി രക്ഷപ്പെട്ട ആരെങ്കിലും ജോണേട്ടൻ അറിയോ? എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ല. യൂസഫ് അലി മോട്ടിവേഷൻ കിട്ടിയിട്ടാണോ രക്ഷപ്പെട്ടത്? ഏത് മോട്ടിവേഷൻ സ്പീക്കർ എടുത്താണ് നമ്മുടെ യൂസഫ് അലി പോയിട്ടുള്ളത്? എനിക്കറിയില്ല. ഇപ്പൊ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള രജനീകാന്ത് ഏത് മോട്ടിവേഷൻ സ്പീക്കർ എടുത്താൽ പോയിട്ടുള്ളത് എനിക്കറിയില്ല. എന്റെ ജോണേട്ടൻ എനിക്ക് സത്യമായിട്ട് അറിയില്ല. ജോണേട്ടൻ എന്താ തോന്നുന്നത്? ജോണേട്ടൻ പറഞ്ഞു ചോദ്യത്തിനകത്ത് ചില കുത്തുകൾ വരുന്നതുകൊണ്ട്. കാരണം ജോണേട്ടൻ ഒരു മോട്ടിവേഷൻ സ്പീക്കർ ആയിരുന്നല്ലോ. ഇപ്പോഴും ചെയ്യുന്നുണ്ട്. എന്റെ പ്രൊഫഷൻ കുറെ അങ്ങനെ മോട്ടിവേഷൻ സ്പീക്കർ ആയിരുന്നു. ഈ അനിൽ ബാലചന്ദ്രനിലേക്ക് വരികയാണെങ്കിൽ മറ്റേതിന്റെ മറുപടി കൂടെ ഞാൻ തരാം. അനിൽ ബാലചന്ദ്രൻ മോട്ടിവേഷൻ സ്പീക്കർമാർക്കിടയിലെ PC ജോർജ് ആണ്. അത് പൊളി. അത് വലിയ വലിയ ബിസിനസ്സുകാരെ വിളിച്ചിരുത്തിട്ടെ എന്തോടാ നിനക്കൊക്കെ കസ്റ്റമേഴ്സിന്റെ പിറകെ നടന്ന് തെണ്ടാനായിട്ട് കൈയില്ലാത്തവൻ കൈ വച്ചു കെട്ടി അടിക്കുമെന്ന് പറഞ്ഞു. മനഃപൂർവ്വം പറയുന്നതാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അദ്ദേഹം ഒരു വീഡിയോയിൽ വന്ന് പറയുന്നുണ്ട്, നീയൊക്കെ എന്നെ എത്ര ഇനിയും തെറി വിളിച്ചോ, അതിനനുസരിച്ച് എനിക്ക് യൂട്യൂബിൽ നിന്നുള്ള റവന്യൂ കൂടും എന്നാണ് പുള്ളി പറയുന്നത്. അപ്പോൾ ഇദ്ദേഹം ഇവിടെ, പക്ഷേ ഇദ്ദേഹത്തിന് കോമൺ സെൻസ് വേണം. നമ്മുടെ മുന്നിലേക്ക് വന്നിരിക്കുന്ന ആളുകളെ കുറിച്ചൊരു ധാരണ വേണം. അവർ കോഴിക്കോട് അത്രയും രൂപ മുടക്കി ആളുകളെ ബിസിനസ്സുകാരെ ആകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരെയാണ് തെണ്ടികൾ. നിനക്കൊക്കെ നാണം ഉണ്ടോടാ ഇങ്ങനെ പുറകിന് നടന്ന് തെണ്ടാൻ? എന്തിനാടാ ഇങ്ങനെ കസ്റ്റമേഴ്സിന്റെ പിന്നാലെ തെണ്ടുന്നതെന്ന് തെണ്ടികളെന്ന് വിളിച്ചപ്പോഴാണ് ആദ്യമായാണ് ഇദ്ദേഹത്തിന്റെ വീഡിയോ ഒക്കെ ഞാൻ കാണാറുണ്ട്. ഞാൻ ഇയാളെ കുറിച്ച് ആദ്യമായിട്ട് കേൾക്കും. ഇങ്ങനെ ഒരു മോട്ടിവേഷൻ സ്പീക്കർ ജീവിച്ചിട്ടുണ്ടെന്ന് പോലും എനിക്ക് അറിയാം. ഞാൻ കാണുന്ന മോട്ടിവേഷൻ സ്പീക്കർ, അത് ഞാൻ അങ്ങനെ ഈ മോട്ടിവേഷൻ സ്പീക്കർമാരെ ആരെയും ഞാൻ ഫോളോ ചെയ്യാറില്ല. ഈ ഫേസ്ബുക്കിലും വാട്സപ്പിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഈ സ്റ്റാറ്റസും റീൽസുമായിട്ടൊക്കെ കാണിച്ച മധു ഭാസ്കരൻ നേരത്തെയുള്ള ആളാണ്. ആ പുള്ളിക്കാരന്റെ സംസാരം കേൾക്കുമ്പോൾ കൊള്ളാം, കുഴപ്പമില്ല എന്ന് തോന്നാറുണ്ട്. മോട്ടിവേഷൻ വലിയ രീതിയിൽ മോട്ടിവേറ്റ് ഒന്നും ആവാറില്ലെങ്കിൽ കുഴപ്പമില്ല. അങ്ങനെ ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം ഈ ഇദ്ദേഹത്തിന്റെ പറഞ്ഞിട്ട് ഞാൻ അതിലേക്കും കൂടെ വരാം. പറയൂ. 4 ലക്ഷം രൂപയാണ് അദ്ദേഹം വാങ്ങിച്ചത്. അത് ഒരു ടീമായിട്ട് വരുന്നതുകൊണ്ടാണ് അത്രയും തുക വാങ്ങിക്കുന്നത്. ഒരു വലിയ ഒരു പേഴ്സൺ എന്നുള്ള രീതിയിൽ അത് ഉറപ്പായിട്ടും അയാൾ ചോദിക്കുന്ന കാശ് കൊടുക്കാൻ വേണ്ടെങ്കിൽ വേണ്ട. 4 ലക്ഷം ചോദിക്കുന്നു, കൊടുക്കാം, വേണ്ടെങ്കിൽ പുള്ളി പറഞ്ഞു വിടാം. പക്ഷെ അദ്ദേഹം ചെയ്തത് ഈ 4 ലക്ഷം കൊടുത്തിട്ട് ഇദ്ദേഹം ഹോട്ടൽ റൂമിൽ തന്നെ ഇരുന്നു. ഹോട്ടൽ റൂമിൽ കയറി കഥ അടച്ചിരുന്നു. 1 മണിക്കൂർ വൈകിയാണ് വന്നത്. വന്നിട്ട് ഈ സംഘാടകരെയൊക്കെ പറഞ്ഞാണ് ആദ്യം തുടങ്ങുന്നത് തന്നെ. ഞാൻ മുമ്പേ കാശ് വാങ്ങിച്ചുകൊണ്ടാണ് എനിക്ക് ഡിമാൻഡ് വന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു ശൈലി എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് എന്തും വിളിച്ചു പറയുന്ന ഒരാളായി മാറുന്നുകൊണ്ട്. പക്ഷെ ആദ്യമായിട്ട് അദ്ദേഹത്തിന് തിരിച്ചടി കിട്ടി. ഇനി ഒരുപക്ഷെ അദ്ദേഹം നന്നാവും. അദ്ദേഹത്തിന് ഒരു പ്രതീക്ഷയില്ല. പക്ഷെ അയാളുടെ ആ ഒരു മാനറിസം കാര്യങ്ങളോ കണ്ടിട്ട് എനിക്ക് തോന്നുന്നില്ല അയാൾ നന്നാവും. എനിക്ക് തോന്നുന്നില്ല. കാരണം അയാൾ രണ്ടും കൽപ്പിച്ച് വന്നു നിന്നപോലെ അയാളാ ഇത് ഞാൻ കണ്ടു. അതിൽ അയാൾ പറയുന്നത് 4 ലക്ഷം രൂപ നേരത്തെ എന്റെ പെട്ടിയിൽ വീണ് കഴിഞ്ഞു, ഇനി ഞാൻ പറയുന്നതാണ് ഡീൽ എന്നാണ് പുള്ളി പറയുന്നത്. ബിസിനസ് തന്ത്രമാണ്. ഇയാള് ബിസിനസ് ഒക്കെ തുടങ്ങിയ ആളാണ്. ബിസിനസ് തുടങ്ങി പൊട്ടിപ്പോയി. 1,20,00,000 രൂപ മറ്റോ കടത്തിലായിട്ടാണ് പുള്ളി മോട്ടിവേഷൻ സ്പീക്കർ. അത് കഴിഞ്ഞിട്ട് അത് നല്ലൊരു ബിസിനസ് ആണെന്ന് പുള്ളിക്ക് മനസ്സിലായി. അപ്പം ഈ സെയിൽസ് ചെയ്യുന്ന ആളുകൾക്ക് മോട്ടിവേഷൻ കൊടുക്കുക, ബിസിനസ്സുകാർക്ക് മോട്ടിവേഷൻ കൊടുക്കുക, അങ്ങനെയുള്ള ആളുകളെ കിട്ടാൻ പ്രയാസമാണ്. ബിസിനസ് പൊട്ടിപ്പോയ ആളാണ് മോട്ടിവേഷൻ. അതെ, അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ ഇങ്ങനെ ബിസിനസ് ചെയ്തിട്ട് പൊട്ടിപ്പോയ ആളാണ്, ഇങ്ങനെയാണ് ഞാൻ ബിസിനസ് ചെയ്ത് പൊട്ടിപ്പോയതിന്റെ ചില റീസൺസ് ഇതാണ്. അത് വെച്ച് മാർക്കറ്റ് ചെയ്തു. 11 വിദേശ രാജ്യങ്ങളിലോ മറ്റോ അദ്ദേഹം ക്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയും ഡിമാൻഡുള്ള ഒരാളാണ്. പക്ഷേ ഇയാളുടെ ഒരു ശൈലി ഇതാണ്. ഒരുപക്ഷെ ഈ ശൈലി ഇഷ്ടപ്പെടുന്ന കുറേ ആളുകൾ ഉണ്ടായിരുന്നിരിക്കാം. പക്ഷേ എന്തായാലും കോഴിക്കോട് ബിസിനസ്സുകാർ, കോഴിക്കോട് പൊതുവെ ഒരു സാംസ്കാരിക നഗരമാണ്. അവിടുത്തെ കോഴിക്കോട് നഗരം എനിക്കിഷ്ടമാണ്, ആ ആളുകളെ ഇഷ്ടമാണ്. അവർ ആദ്യമായി പ്രതികരിച്ചു എന്നുള്ളതാണ്. ഇത് ബാക്കിയുള്ള എല്ലാ ആളുകളും ഇയാൾ ഈ പറയുന്ന തെണ്ടിത്തരം കേട്ടുകൊണ്ടിരുന്നു, ചിരിച്ചുകൊണ്ടിരുന്നു. ചവിട്ടി പുറത്താക്കേണ്ട കേസ് തന്നെയാണ്. ഞാൻ അതിനോട് യോജിക്കുന്നു. കോഴിക്കോടുള്ള ജനങ്ങൾക്ക് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കാതെ കാരണം ഇത് ചവിട്ടി പുറത്താക്കാൻ പിടിച്ച് പോലീസ് ചെയ്യിപ്പിച്ച് പൈസ തിരിച്ചു വാങ്ങിച്ച് പറഞ്ഞു കോട്ട് ഊരി വിടേണ്ടതാണ്. പിന്നെ കോട്ട് ഊരി വിടണം. അങ്ങനെ വിടേണ്ട കേസല്ലല്ലോ. രണ്ടാമത്തെ എന്റെ ചോദിക്കാനുള്ള രണ്ടാമത്തെ പോയിന്റിലോട്ട് വരാം. ഈ മോട്ടിവേഷൻ കൊണ്ട് എന്തെങ്കിലും ഗുണമാണ്? അതാണ് പറയാൻ. മോട്ടിവേഷൻ കൊണ്ട് ഗുണമുണ്ടോ എന്ന് ചോദിച്ചാൽ ഗുണമുണ്ട്. അതുകൊണ്ടാണല്ലോ ഇവർക്ക് ഡിമാൻഡ് ഉള്ളത്. ഒരുപാട് ആളുകൾ ഇപ്പം നമുക്ക് യൂട്യൂബ് ചാനൽ വന്നതിന് ശേഷം നിങ്ങൾ ധനുഷ് കയറി നോക്കിയാൽ അറിയാം, ഒരുപാട് ആളുകൾ മോട്ടിവേഷൻ കൊടുക്കുന്നുണ്ട് യൂട്യൂബിലൂടെ, ചാനലുകളിലൂടെ. അപ്പം നമ്മൾ തളർന്നിരിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളില്ലാത്ത ആരും ഇല്ലല്ലോ. കൃത്യമായ ഒരു
ഇതാണ് റൂട്ട് എന്ന് പറഞ്ഞു കൊടുക്കാൻ ചിലപ്പോൾ ചില ആളുകൾക്ക് കഴിഞ്ഞെന്ന് വരില്ല. അപ്പോൾ അതാണ് മോട്ടിവേഷൻ്റെ ഒരു പ്രത്യേകത. നമ്മൾ പറയുന്ന എല്ലാ കാര്യങ്ങളും എല്ലാവരും ഒരുപോലെ മനസ്സിലാക്കണമെന്നില്ല. നമ്മളിപ്പോൾ ഒരു 500 പേരുള്ള അല്ലെങ്കിൽ 1000 പേരുള്ള ആ ഒരു വേദിയിലേക്ക് പോവുകയാണ്. ആ ഇരിക്കുന്ന 1000 പേരും നമ്മൾ പറയുന്ന ചില കാര്യങ്ങൾ മാത്രമാണ് അവർക്ക് സ്പാർക്ക് ചെയ്യുന്നത്. അത് അവർ കൊണ്ടുപോകും. അത് ശരിയാണല്ലോ, അങ്ങനെ ചെയ്യേണ്ടതാണല്ലോ, അല്ലെങ്കിൽ ഞാൻ ഇത്രയും നാൾ ഇങ്ങനെ അല്ലായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് ഇത്രയും പവറുണ്ട്, എനിക്ക് ഇത്രയും ശക്തിയുണ്ട്, ചില വിഷയങ്ങളെ എങ്ങനെയാണ്, പ്രതിസന്ധികളെ എങ്ങനെയാണ് അഭിമുഖീകരിക്കേണ്ടത്, ഇതിനെക്കുറിച്ചൊക്കെ വലിയ ധാരണ ഇല്ലാത്ത ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് ഈ മോട്ടിവേഷൻ ക്ലാസ് എന്ന് പറയുന്നത് പ്രയോജനം ചെയ്യും. പിന്നെ കുട്ടികൾക്ക്, അത് ഏത് പ്രായത്തിലുള്ള ആളുകൾക്ക് അത് പ്രയോജനം ചെയ്യും. പിന്നെ മോട്ടിവേഷൻ കേട്ടിട്ട് പോയിട്ട് എങ്ങനെ നമ്മൾ അതിനനുസരിച്ച് മാറണമെന്നുള്ളത് നമ്മുടെ കയ്യിലാണ്. നമുക്കൊരു റൂട്ട്, ഒരു വഴി തുറന്നു തരികയാണ്. നിങ്ങൾക്ക് ഇങ്ങനെയും പോകാം, അല്ലെങ്കിൽ ഈ പ്രശ്നത്തെ നിങ്ങൾക്ക് ഇങ്ങനെ പരിഹരിക്കാം. നിങ്ങളെ ഈ പ്രശ്നങ്ങളില്ലാത്ത ആരുമില്ല. ഇപ്പം എനിക്കായാലും ധനുഷിലായാലും പ്രശ്നങ്ങളുണ്ട്. അതിനെ എങ്ങനെ സോൾവ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മുടെ വിജയം. അപ്പം അത് ചിലപ്പോൾ ചില ആളുകൾക്ക് പറ്റിയെന്ന് വരത്തില്ല. അപ്പോൾ അപ്പോഴാണ് ഒരു മോട്ടിവേഷൻ സ്പീക്കർ വരുന്നത്. ഈ മോട്ടിവേഷൻ സ്പീക്കർ വന്നിട്ട് ഇത് പറഞ്ഞു കൊടുക്കുകയാണ്. അയാളുടെ ജീവിതാനുഭവം വെച്ച് പൈസ ഇല്ലാതെ കിട്ടുമോ? പൈസ ഇല്ലാതെ മോട്ടിവേറ്റ് പൈസ ഇല്ലാതെ കിട്ടാൻ പ്രയാസമാണ്. അതൊരു പ്രൊഫഷനായി മാറിയത് എനിക്ക് തോന്നുന്നു വളരെ ഈ ചുരുങ്ങിയ കാലയളവിനുള്ളിലാണ്. നമുക്ക് ഈ നേരത്തെ ധനുഷ് പറഞ്ഞ പോലെ മധുഭാസ്കറിനെ പോലെയുള്ള ആളുകൾ, അദ്ദേഹത്തിന് ഞാനൊരു 10-15 വർഷം മുമ്പ് അദ്ദേഹത്തെ ഒരു പരിപാടിക്കായിട്ട് വിളിക്കുന്ന സമയത്ത്, അന്നത്തെ കാലത്ത് കുറേ വർഷം മുമ്പ്, എനിക്ക് തോന്നിട്ട് 2013 ആ കാലത്തും കണ്ട, ആ സമയത്ത് അദ്ദേഹം ചോദിച്ച തുക, അന്ന് 25,000 രൂപ എന്ന് പറയുന്നത് വലിയ തുകയാണ്. അപ്പോൾ അത് ഞാൻ 25,000 രൂപ എനിക്ക് തരണം, ഞാൻ വരാം എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് ആ 25,000 എന്ന് പറയുന്നത് വലിയ തുകയായിട്ട് മാറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ 4 ലക്ഷം അദ്ദേഹം ചോദിക്കുമ്പോൾ കൊടുക്കാൻ ആളുള്ളത്. ഈ അനിൽ, നമ്മൾ ഈ പറഞ്ഞ വിവാദ മോട്ടിവേഷൻ സ്പീക്കർ 4 ലക്ഷം ചോദിക്കുമ്പോൾ കൊടുക്കാൻ ആളുള്ളത്. അദ്ദേഹം അത്രയും സമയം ഈ ടീമുമായിട്ട് വന്ന് അയാൾ എന്തൊക്കെയോ ഗിമിക്സ് ഒക്കെ കാണിച്ച് ഇങ്ങനെ ഒരു യഥാർത്ഥത്തിലൊരു മായാജാലക്കാരനാണ് മോട്ടിവേഷൻ സ്പീക്കർ. അല്ല, എനിക്ക് ടു ബി ഫ്രാങ്ക്, പുള്ളിയുടെ ഈ മോട്ടിവേഷൻ അത് ഇത് ചപ്പറന്ന് കേട്ട് എനിക്ക് അതിനകത്തൊന്നും തോന്നിയില്ല. അല്ല, അതിന് എൻ്റെ പ്രശ്നമാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യം പറയാണ്. എനിക്ക് എന്നെ പേഴ്സണലി ആര് മോട്ടിവേറ്റ് ചെയ്താലും എനിക്ക് ഒന്നും തോന്നാൻ പോകുന്നില്ല. എൻ്റെ ഒരു ശൈലി എന്ന് പറയുന്നത് നന്നാവത്തില്ല എന്ന് അങ്ങനെ ആയിരിക്കാം. എൻ്റെ ഒരു ശൈലി എന്ന് പറയുന്നത്, നമുക്കൊരു പ്രശ്നം ഉണ്ടെന്ന് വിചാരിക്കുക, നമുക്കൊരു പ്രശ്നത്തിന് സൊല്യൂഷൻ ഉണ്ട്, അതിൽ ടെൻഷൻ അടിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. ആ പ്രശ്നത്തിന് സൊല്യൂഷൻ ഇല്ല, ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല. അതിനകത്തെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ്, ഇതൊക്കെ നമ്മൾ പറയുന്നെങ്കിൽ സെൽഫ് മോട്ടിവേഷൻ അതാണ് ഭയങ്കരം. അത് നമുക്ക് നമ്മുടെ ഒരു പ്രശ്നത്തെ പരിഹരിക്കാൻ നമുക്ക് കഴിയണം. പക്ഷെ ഞാൻ ബേസിക്കലി ഞാൻ വിചാരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഒരു പ്രശ്നമുണ്ട്, ആ പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ പറ്റുന്നില്ല. നമ്മൾ ആ സമയം നമുക്ക് ആ പ്രശ്നത്തെ പരിഹരിക്കാൻ സാധിക്കാത്തത് കൊണ്ട് വേറൊരാളുടെ തോളിന്മേൽ ആ പ്രശ്നത്തെ എടുത്ത് ചാരി വെച്ചിട്ട് പുള്ളി എന്താണ് പറയുന്നത് എന്ന് കേൾക്കാനായിട്ട് നമ്മൾ നിൽക്കുകയാണ്. ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞത്, നമുക്കൊരു വലിയ പ്രശ്നമുണ്ടെന്ന് വിചാരിക്കുക. ആ പ്രശ്നം നമ്മുടെ മാത്രം പ്രശ്നമാണ്. ആ പ്രശ്നത്തിന്റെ ഇന്റൻസിറ്റിയോ ഗ്രാവിറ്റിയോ ഒന്നും വേറൊരാൾക്കോ അറിയാൻ യാതൊരുവിധ സാധ്യതയില്ലാന്നോ? സാധ്യതയില്ല. വേറെ കാര്യമുണ്ട്, പറഞ്ഞ അവസാനിപ്പിച്ചാൽ ഞാൻ മറുപടി പറയാം. സാധ്യതയില്ല, ആ ഒരു പ്രശ്നം അറിയാൻ സാധ്യതയില്ല. അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് നമ്മുടെ പ്രശ്നങ്ങൾ എത്ര അധികം ഇന്റൻസിറ്റിയിലാണ് അത് നമ്മൾ അനുഭവിക്കുന്നത് നമുക്ക് മാത്രമേ അറിയുള്ളൂ. അതിന്റെ വഴി കണ്ടെത്തേണ്ടതും നമ്മൾ തന്നെയാണ് എന്നുള്ളതാണ്. മോട്ടിവേഷൻ അല്ല, എൻ്റെ ഇതിൽ മോട്ടിവേഷൻ അല്ല, വ്യക്തിപരമായിട്ട് നമ്മുടെ മനസ്സ് ആ സമയം ഡൗൺ ആയിരിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിനെ ആ സമയത്ത് ആശ്വസിപ്പിക്കലല്ല, നമുക്ക് ആത്യന്തികമായിട്ട് അതിൻ്റെ യഥാർത്ഥത്തിലുള്ള സത്യങ്ങളിലേക്കല്ലേ സഞ്ചരിക്കേണ്ടത്. ഇപ്പോൾ ഓഷോ ഒരു കാര്യം പറയും. ഓഷോ പറയുന്നത് ഗോഡ് ഈസ് ദ ബിഗ്ഗസ്റ്റ് ലൈ എന്നാണ് ഓഷോ പറയുന്നത്. ദൈവം എന്ന് പറയുന്നത് ഈ ലോകത്തിലെ ഏറ്റവും വലിയ വിൽക്കപ്പെടുന്ന കള്ളമാണ് എന്നാണ് പറയുന്നത്. കാരണം മനുഷ്യൻ എപ്പോഴും ഭയചകിതനായിരിക്കും. മനുഷ്യൻ്റെ മനസ്സങ്ങനെയാണ്. മനസ്സിനൊരു പ്രത്യേകത ഉണ്ട്, അറിയാമോ? മനുഷ്യൻ്റെ മനസ്സാണെങ്കിൽ വളരെയധികം പ്രണയ നൈരാശ്യം എന്നാൽ ദുഃഖപ്പെട്ടിരിക്കുമ്പോൾ മനുഷ്യൻ്റെ മനസ്സ് പറയും, എന്തിനാടാ ജോലിയൊക്കെ വലിച്ചെറിഞ്ഞിട്ട് വീട്ടിൽ പോയി ഡിപ്രഷൻ അടിച്ചിരിക്കണമെന്ന് പറയും. വീട്ടിൽ പോയി ഡിപ്രഷൻ അടിച്ചിരിക്കുമ്പോൾ മനസ്സ് പറയും, ജോലി വേണ്ടേ, ജോലിയില്ലെങ്കിൽ എങ്ങനെ ജീവിക്കുമെന്ന് പറയും. അതുപോലെ ഈ മനസ്സിന് എപ്പോഴും താങ്ങാനായിട്ട് ഒരാൾ വേണം. ഞാൻ പറയട്ടെ, താങ്ങാനായിട്ട് ഒരാൾ വേണം. ഇങ്ങനെ താങ്ങാനായിട്ട് ഒരാൾ വേണം എന്നുള്ളത് കൊണ്ടാണ് മനുഷ്യൻ ദൈവം എന്ന് പറയുന്ന ഒരു ഇൻവെൻഷൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെന്നാണ് ഓഷോ പറയുന്നത്. പക്ഷെ അതിൽ തെറ്റൊന്നുമില്ല. കാരണം ഇപ്പൊ സന്തോഷ് ജോർജ് കുളങ്ങര പറയുന്നത് പോലെ, ഒരാൾക്ക് ഒരു കാര്യം ചെയ്യാൻ ഇറങ്ങുമ്പോൾ ദൈവത്തിൽ വിശ്വസിച്ചാൽ മാത്രമേ അത് പരിപൂർണതയോടുകൂടി ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അയാൾ ദൈവത്തിൽ വിശ്വസിച്ചോട്ടെ. അത് ദൈവത്തിൽ വിശ്വസിക്കേണ്ട, അതല്ലാതെ തന്നെ ചെയ്യാൻ പറ്റും എന്നുള്ള ആൾക്കാർക്ക് അത് അങ്ങനെയും ചെയ്യാം. അതിൽ രണ്ടിലും തെറ്റില്ല. ആ ഒരു കാറ്റഗറിയിലാണ് ഞാൻ ഈ മോട്ടിവേഷനെ പെടുത്തുന്നത്. പക്ഷെ മോട്ടിവേഷൻ സ്പീക്കേഴ്സ് ഇതിനകത്ത് നിന്ന് നല്ല രീതിയിൽ പൈസ കൊയ്യുന്നുണ്ട്. അവരുടെ എഫർട്ടിന്, അവരുടെ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. നിങ്ങളൊരു 2 മണിക്കൂർ മൈക്കിന്റെ മുമ്പിൽ നിന്നാൽ വല്ലാത്ത സ്ട്രെയിനാണ്. എന്തിനാ നിൽക്കണ്ട, നടന്നാലും മതി, അപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഇതിനകത്ത് ധനുഷ് പറഞ്ഞതിന് ഞാൻ മറുപടി പറയാം.
നമ്മൾ ഏത് പ്രശ്നം, ഇപ്പം നമ്മുടെ കുടുംബത്തിലായാലും ഒരു പ്രശ്നം വരുമ്പോൾ ചില മനുഷ്യർക്ക് അത് നിങ്ങൾ ഈ പറഞ്ഞ പോലെ എനിക്ക് സ്വയം അത് ചെയ്യാം, അത് എല്ലാവർക്കും പറ്റണമെന്നില്ല. അവർക്കൊരു താങ്ങ് വേണം. അപ്പോൾ അച്ഛനോട് ചിലപ്പോൾ ചോദിക്കാം, കൂട്ടുകാരോട് ചോദിക്കാം, അമ്മയോട് ചോദിക്കാം, അങ്ങനെയാണല്ലോ. അപ്പോൾ ബന്ധുക്കൾ ചിലപ്പോൾ പ്രധാനപ്പെട്ട നമ്മുടെ വീട്ടിലൊരു ബന്ധുവിൻ്റെ ഒരു അമ്മ, പണ്ടൊക്കെ ആണെങ്കിൽ അമ്മാവൻ്റെ അഭിപ്രായം ചോദിക്കും. ബന്ധുക്കളെ മോട്ടിവേഷൻ സ്പീക്കേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ മനുഷ്യർ എന്തുകൊണ്ടാണ്, ഇയാൾ ഒരു പരാജയപ്പെട്ട മനുഷ്യനാണ്, അയാൾക്ക് ഒത്തിരി അനുഭവം, ഈ പരാജയപ്പെട്ട മനുഷ്യർക്കാണ് ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടാകുക. വിജയിച്ച ആളുകളെ സംബന്ധിച്ച് അവർക്ക് അങ്ങനെ അനുഭവമൊന്നുമില്ല. പരാജയപ്പെട്ട മനുഷ്യനല്ല, ഇയാളുടെ പരാജയം മറ്റ് മാർക്കറ്റ് ചെയ്ത് ഇയാൾ വിജയിച്ച മനുഷ്യനാണ്. അതാണ് ഞാൻ പറഞ്ഞത്. അയാൾ കൃത്യമായ വഴി കണ്ടെത്തി, ഇതാണ് എന്റെ വഴി, അയാളുടെ വിജയത്തിന്റെ വഴിയാണ്. അതാണ്. അപ്പൊ ആ വഴി വെച്ചിട്ട് അയാൾ പറഞ്ഞു കൊടുക്കുകയാണ്. പിന്നെ ഒന്നെന്ന് വെച്ചാൽ ഈ മോട്ടിവേഷൻ സ്പീക്കർ എന്ന് പറഞ്ഞ വേദികളിൽ നിന്ന് വേദികളിലേക്ക് പല തരത്തിലുള്ള, പല പ്രായത്തിലുള്ള, പല മാനസികാവസ്ഥയുള്ള ആളുകളുമായിട്ട് ദിവസവും ഇൻട്രാക്ട് ചെയ്യാണ്. അയാൾ വെറുതെ പ്രസംഗിക്കുകയല്ല, അയാൾ അവരോട് ചോദ്യങ്ങൾ ചോദിക്കുന്നു, അവർ തിരിച്ചു പറയുന്നു. അങ്ങനെ ഒരു 2 മണിക്കൂർ, ചിലപ്പം നമ്മളൊക്കെ 2 ദിവസം 3 ദിവസം തുടർച്ചയായിട്ട് നമ്മളൊരു പ്രോഗ്രാം ചെയ്യും, രാവിലെ മുതൽ വൈകുന്നേരം വരെ. വീണ്ടും അടുത്ത ദിവസം വരുന്നു. അപ്പോൾ ആദ്യത്തെ ദിവസം വന്നതുപോലെ ആയിരിക്കത്തില്ല അടുത്ത ദിവസം ആളുകളുടെ മനോഭാവം. ഈ മനോഭാവം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ധനുഷ് നേരത്തെ പറഞ്ഞതിനകത്തോട്ട് ഞാൻ വരാം. ആ മനോഭാവമാണ്. ഇപ്പം നിങ്ങൾക്കൊരു പ്രശ്നം വന്ന് ധനുഷിന് ഇത് സ്വന്തമായി ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഇപ്പം എൻ്റെ ഒരു സഹോദരൻ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് നമുക്കൊരു പ്രശ്നം വന്നു, അവൻ പിന്നെ ഭയങ്കര ചിന്ത, അയ്യോ അങ്ങനെ വന്നല്ലോ, ഇതെന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ചിരിക്കുകയാണ്. അവൻ പറഞ്ഞ കാര്യം, ഈ പ്രശ്നം വന്നു, പ്രശ്നം എന്തായാലും വന്നു, ഇതിനെ എങ്ങനെ പരിഹരിക്കാം? പ്രശ്നം വന്നു, പിന്നെ നമ്മൾ പാസ്റ്റ് നോക്കി എങ്ങനെ പരിഹരിക്കാമെന്നുള്ളത് മാത്രമേ ഉള്ളൂ അടുത്ത മാർഗം. അപ്പൊ അവിടെയാണ് ഈ മോട്ടിവേഷൻ സ്പീക്കർ വന്നിട്ട് അയാൾ ചില കാര്യങ്ങൾ റെഫർ ചെയ്തിട്ടോ, അല്ലെങ്കിൽ അയാളുടെ ജീവിത അനുഭവങ്ങൾ, അല്ലെങ്കിൽ ഇത്രയും മനുഷ്യരെ അയാൾ ദിവസം കാണുകയാണ്. അതൊരു നിസ്സാര കാര്യമല്ല. ദിവസവും പലതരത്തിലുള്ള, ഞാൻ ഈ പറഞ്ഞത് പ്രധാനപ്പെട്ട കാര്യമാണ്, പലതരത്തിലുള്ള പല മാനസികാവസ്ഥയുള്ള ആളുകളെ, പല പ്രായത്തിലുള്ള ആളുകളെ കാണുകയാണ്. കോളേജ് വിദ്യാർത്ഥികൾ, കുട്ടികളുണ്ടാവാം, കോളേജ് വിദ്യാർത്ഥികളുണ്ടാവാം. അല്ല, ഈ മോട്ടിവേഷൻ സ്പീക്കർ എന്നുള്ളൊരു സാധനം എന്ന് മുതൽ ഒരു തൊഴിലായി മാറി. നമ്മുടെ നാട്ടിൽ ഇത് പണ്ട് മുതലേ അല്ലേ, പക്ഷേ ഇതിന്റെ പേര് വേറെ ആയിരുന്നു, കൗൺസിലിംഗ്. അല്ല, കൗൺസിലിംഗ് ഇപ്പോഴും ഉണ്ട്. കൗൺസിലിംഗ്, ഒരു കൗൺസിലറെ കാണുക, മാനസിക പ്രശ്നം ഉണ്ടെങ്കിൽ ഒരു സൈക്കാട്രിസ്റ്റിനെ കാണുക. ഒരു മോട്ടിവേഷൻ എന്ന് പറഞ്ഞ ഈ ഒരു സാധനം ഇപ്പൊ എടുത്ത് പുറത്ത്, ഇത് എനിക്ക് തോന്നുന്നു ഇത് സയന്റിഫിക് ആയിട്ട് യാതൊരുവിധ കാര്യമില്ലാത്ത സംഭവം. ഇത് ഒരാളെ ഇരുന്ന് മനസ്സിനെ മോട്ടിവേറ്റ് ചെയ്ത് ആ മോട്ടിവേഷൻ കിട്ടുന്ന ആളാണെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായം അനുസരിച്ച് ഈ കഥ കൂടെ കേട്ട് കുറച്ച് കഴിയുമ്പോൾ ഈ കഥ, കാരണം മനസ്സിന് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടല്ലോ. ഇപ്പൊ ഞാൻ ജോണേട്ടനെ മോട്ടിവേറ്റ് ചെയ്യണം, അത് എന്ന് പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്യുകയാണ്. അത് ചെയ്യുന്ന ഞാൻ ഇരിക്കുന്നിടത്തോളം നിങ്ങൾക്ക് അത് ചെയ്യാനുള്ള ഇത് കാണും. ഞാൻ അങ്ങോട്ട് പോയി കഴിയുമ്പോൾ അത് തീരുമല്ലോ, അത് കത്തി തീരുമല്ലോ. അത് അറിഞ്ഞുകൂടത്തോണ്ടാണ്. അതെ, ഞാൻ അതാ നേരത്തെ ആദ്യം പറഞ്ഞതുകൊണ്ട് ഞാൻ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ ഈ ആളുകൾ പലതരത്തിലുള്ള ആളുകളാണ് വരുന്നത്. അപ്പോൾ ആ പല മാനസികാവസ്ഥയിലുള്ള ആളുകളുമായിരിക്കും. അപ്പോൾ ഈ ആളുകൾക്ക് എല്ലാ ചിലപ്പം ചില കാര്യങ്ങൾ അവരുടെ ലൈഫുമായി റിലേറ്റഡ് ആയിരിക്കും. അപ്പോൾ ആ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം പറയുമ്പോൾ അവർക്ക് പെട്ടെന്ന് സ്പാർക്ക് ചെയ്യും. അയ്യോ, ഈ പ്രശ്നത്തെ ഞാൻ ഇങ്ങനെയായിരുന്നു, ഒരാൾക്ക് സ്പാർക്ക് ചെയ്യും. പലർക്കും ഞാൻ പറയുന്നപ്പോൾ ഞാനൊരു 1 മണിക്കൂർ സംസാരിച്ചു എന്ന് വയ്ക്കുക, അതിനകത്ത് ഒരു 2ാമതോ 3ാമതോ ഞാൻ പറയുന്ന കാര്യമായിരിക്കും ഒരാൾക്ക് സ്പാർക്ക് ചെയ്യുന്നത്. അവസാനം ഞാൻ പറയുന്ന ഒരു കാര്യമായിരിക്കും വേറൊരാൾക്ക് ഇത് ഞാൻ ചെയ്യേണ്ടതാണ് എന്നുള്ളത് പറയുന്നത്. ഞാൻ ഒരു കാര്യം അത് ഉണ്ടോയെന്ന് ചോദിച്ചാൽ, കാരണം ഞാനൊരു കാര്യം പറയാം. ഞാൻ പണ്ടൊരിക്കൽ ഒരു റെസിഡൻസ് അസോസിയേഷന്റെ അവിടെ ക്ലാസ് എടുക്കാൻ പോയി. അത് കഴിഞ്ഞിട്ട് വീണ്ടും അവരെന്നെ വിളിച്ചു. എത്ര രൂപ മേടിച്ചിരുന്നത്? അത് ഞാൻ പറയാം. നമുക്കൊന്നും അത്രയും തരാം. നമ്മൾ 4 തെറിവിളിയൊക്കെ ആയിട്ട് യൂട്യൂബിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അതൊക്കെ തരാൻ ആളുണ്ടാവും. അപ്പൊ ഞാൻ ചെന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ഭക്ഷണം പാഴാക്കരുത്. റെസിഡൻസ് അസോസിയേഷൻ ആയതുകൊണ്ട് ചായ വടയും കിട്ടിക്കാണും. അത് കാശും തന്നു. കാശുള്ള ആളുകളാണ്. നമ്മൾ വിളിക്കുമ്പോഴേ ഒന്നിൽ നമുക്ക് ഡിമാൻഡ്, നമ്മൾ വിളിക്കുമ്പോഴേ ചോദിക്കും എത്ര രൂപ വേണം. അപ്പൊ നമ്മൾ തുക പറയുക, അതാണ് ബിസിനസ്. അപ്പോൾ ചിലർ പറയും ഞങ്ങൾക്ക് ഇത്രയും രൂപ തരാനേ ഉള്ളൂ, ഞങ്ങളുടെ കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നത് എങ്ങനെയാണ്, ഇത്ര രൂപയാണ് ഞങ്ങൾക്ക് തരാനുള്ളത്. അപ്പൊ ഞാൻ കുറഞ്ഞു പോയാൽ അവിടെ വരുമ്പോൾ ഞാൻ പറയാം, അന്നേരം തന്നാൽ മതി. ചില ആളുകൾ കവറിലൊക്കെ ഇട്ട് തരും, പിന്നെ വിളിക്കും, ഇത്രയും മതിയോ, കുറഞ്ഞു പോയോ, ഇവിടുന്ന് അവിടം വരെയൊക്കെ വന്നതല്ലേ, അപ്പൊ കുറച്ചുകൂടെ ഒക്കെ കിട്ടിയാൽ നന്നായിരുന്നു, എന്നാ പിന്നെ ഗൂഗിൾ പേ ചെയ്ത് തരാം. അന്ന് ഗൂഗിൾ പേ ഒന്നുമില്ല, ഇപ്പൊ ഗൂഗിൾ പേ ചെയ്ത്. അപ്പൊ ഇങ്ങനെ ഞാൻ പറഞ്ഞ ഈ കുട്ടി ഇതിങ്ങനെ പറയാണ്, ഭക്ഷണമൊന്നും പാഴാക്കരുത്. ഒരുപാട് പേര് ഭക്ഷണം കിട്ടാതെയുള്ള ആളുകളുണ്ട്. അമ്മ കൊണ്ടുതരുന്ന, അപ്പൊ ആവശ്യമുള്ള ഭക്ഷണം കഴിക്കുക, അമ്മ കൊണ്ടുതരുവാണ്. അപ്പൊ അമ്മയോടായാലും പറയാം, അമ്മ എനിക്ക് ഇത്രയും മതി, കൂടുതൽ വേണ്ട എന്ന് പറയുക. ഇങ്ങനെ പറഞ്ഞിട്ട് ആ രീതിയിലൊരു ടോക്ക് എടുത്തിട്ട് പോയി. അപ്പോൾ അടുത്ത പ്രാവശ്യം ചെന്നപ്പോൾ ആ കുട്ടിയുടെ അമ്മ എന്നോട് വന്നിട്ട് പറഞ്ഞു, സാറ് അന്ന് വന്ന് സംസാരിച്ചുകൊണ്ട് എൻ്റെ മോള് ഭക്ഷണം ഒരുപാട് പാഴാക്കി കളയുന്ന ആളായിരുന്നു. അവൾക്ക് എത്ര വേണോ
അത് മാത്രമേ കഴിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞ അതിപ്പോൾ എൻ്റെ മിടുക്കാന്നല്ല, മനുഷ്യൻ എപ്പോഴും മറ്റുള്ളവരുടെ വാക്കുകൾ, നിങ്ങൾക്കിപ്പോൾ ഒരു കാമുകി ഉണ്ടെന്ന് അല്ല ഞാൻ പറയട്ടെ, നിങ്ങൾക്കൊരു കാമുകി ഉണ്ടെന്ന് വിചാരിക്കുക, നിങ്ങളൊരു കാമുകനാണെന്ന് വിചാരിക്കുക, നിങ്ങൾ എങ്ങനെയാണ് ഒരു നല്ല കാമുകനും കാമുകിയാകുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴാണ് ഒരു നല്ല കാമുകനാകുന്നത്? ജീവിതാനുഭവങ്ങളിലൂടെ അല്ല, ആണ് തുടക്കത്തിൽ. ഞാൻ പറയാം, എത്ര പേരെ പ്രണയിച്ചിട്ടുണ്ടെന്ന് ഞാൻ ചോദിക്കുന്നില്ല. അതുകൊണ്ട് അതായത് നിങ്ങളുടെ കാമുക എപ്പോഴും സംസാരപ്രിയയാണ് മിക്ക കാമുകമാരും. അത് കേൾക്കാനുള്ള മനസ്സ്. അപ്പോൾ വിളിക്കുകയാണ്, അപ്പോൾ പറയും എനിക്ക് സമയമൊന്നുമില്ല, വെച്ചിട്ട് പോകും. പക്ഷെ ഉള്ളിൽ സ്നേഹമുണ്ട്, നമുക്ക് സ്നേഹമുണ്ട്. പക്ഷെ നമ്മൾ വലിയ ടെൻഷനിലോ തിരക്കിലോ ഇപ്പം ഇരിക്കുന്ന സമയത്തായിരിക്കും ഇദ്ദേഹം വിളിക്കുക, വെച്ചിട്ട് പോകും. പക്ഷെ അവളെ കേൾക്കാനുള്ള മനസ്സ് നിങ്ങൾ കൊടുക്കുകയും അവൾ പറയുന്ന പൊട്ടത്തരങ്ങളാണെങ്കിൽ പോലും അതെല്ലാം ശരിയാണെന്ന് സമ്മതിച്ചു കൊടുക്കുകയും അവളെ വാനോളം പുകഴ്ത്തി തിരിച്ചും ആകാം. തിരിച്ചു പിന്നെ കാമുകന്മാർ അത്രയധികം സംസാരിക്കുന്ന ആളുകളല്ലാത്തതുകൊണ്ട് അല്ല, ഞാൻ പറഞ്ഞതല്ല. നമ്മള് ഇപ്പം പ്രഥമ പ്രണയത്തിൽ, അതായത് ആദ്യം നമ്മൾ പ്രണയിക്കുമ്പോ നമ്മൾ ഒരിക്കലും ഒരു മോട്ടിവേഷൻ സ്പീക്കർ അടുത്ത് പോയി ക്ലാസ്, ഞാനതാ പറയുന്നത്. അതായത് ആദ്യം പ്രണയിക്കുമ്പോൾ നമ്മള് ആ പ്രണയം തകർന്നു പോകും. ആ പ്രണയത്തിൽ നിന്നും അനുഭവിച്ച ആർജിച്ച അറിവുകളുമായി അടുത്ത പ്രണയത്തിലേക്ക് പോകും. പ്രണയം തീരത്തില്ല, അതും തകർന്നു പോകും. അതിൽ നിന്ന്, കാരണം ഓരോ പ്രണയത്തിൽ നിന്നും പ്രണയത്തിലേക്ക് പോകും തോറും ഒരു മനുഷ്യൻ മെച്യൂർ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിനൊരു ഉദാഹരണം പറഞ്ഞിട്ടെ, ഓഷോയോട് ഒരാൾ ചോദിക്കുന്നുണ്ട്, ഞാനിത് ഓഷോ പ്രണയം ധൈര്യം ആവശ്യപ്പെടുന്നു എന്ന് പറഞ്ഞ ഓഷോയുടെ ഒരു പുസ്തകമുണ്ട്. ഓഷോയോട് ഒരാൾ ചോദിക്കുകയാണ്, ജോണേട്ടനെ പോലെ വേണ്ട, ജോണേട്ടനെ വേണ്ട, ഒരാളെ പോലെ ഒരാൾ ചോദിക്കുകയാണ്, ഓഷോ എനിക്ക് ഒരു കാമുകിയെ വേണം, പക്ഷെ എനിക്ക് ഫ്രഷ് ആയിട്ടുള്ള ഒരു കാമുകിയെ വേണം, അതായത് ഇതുവരെ ആരും തൊടാത്ത ഒരു കാമുകി വേണം. അപ്പോൾ ഓഷോ പറയും, മോൻ എങ്ങനെയാണ്, വെർജിൻ ആണോ എന്ന് ചോദിക്കും. അപ്പം ഞാൻ വെർജിൻ ഒന്നും അല്ല, എനിക്ക് പക്ഷേ ഫ്രഷ് വേണം എന്ന് പറയും. ഏതായിരിക്കും അഭികാമ്യം, നല്ലത് ഏതായിരിക്കും എന്ന് പറയും. അപ്പോൾ ഓഷോ ഒരു മറുപടി പറയുന്നുണ്ട്, മോനെ നീ ഒരു കാറ് വാങ്ങിക്കുകയാണെന്ന് വിചാരിക്കുക, നീ കാറ് വാങ്ങിക്കുമ്പോൾ അതിനൊരു ഡ്രൈവറെ നീ തേടുകയാണ്. നീ ഡ്രൈവിങ്ങേ അറിയാത്ത ആളെ ആയിരിക്കുമോ നീ തേടുന്നത്? അല്ലല്ലോ, വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ട് വണ്ടികൾ കുണ്ടിലും കുഴിയിലും ചാടിക്കാൻ അറിയാവുന്ന, പല പല ടേണുകളും എടുക്കാൻ അറിയാവുന്ന ഒരാളെ ആയിരിക്കില്ലേ നീ തേടുന്നത്. അതുപോലെയാണ് ഈ പ്രണയവും. പ്രണയത്തിൽ നമ്മൾ എത്രത്തോളം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഈ പ്രണയബന്ധങ്ങൾ തകർന്നു വരുന്ന സ്ത്രീകളെയോ പുരുഷന്മാരെയോ ആണോ പ്രണയിക്കുന്നതെങ്കിൽ അവർ നമുക്ക് കൂടുതൽ തലവേദന തരത്തില്ല. ചേട്ടൻ പറയുന്നത് പോലെ ആദ്യം വിളിച്ചിട്ട് എവിടെയാ കഴിച്ചോ, അതൊന്നുമില്ല, അവർക്കറിയാം ഇതൊക്കെ ഇങ്ങനെയാണ്. അല്ല, അത് ഈ പക്വതയാർജിക്കുന്നത്. അപ്പൊ നമ്മുടെ വിഷയം പ്രണയത്തിലോട്ട് നമ്മൾ ഞാൻ പറഞ്ഞേ, എപ്പോഴായാലും ധനുഷ് പറഞ്ഞതുപോലെ ഇത് കേൾക്കാൻ ഒരാളുണ്ടാകുക, അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്, ഈ മോട്ടിവേഷൻ വന്നിരിക്കുമ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ അവർ ചില കാര്യങ്ങൾ നമ്മളോട് ഇൻട്രാക്ട് ചെയ്യും. അങ്ങനെയാണ് നമ്മുടെ ഒരു സ്റ്റൈല്. നമ്മൾ അവരെ കൊണ്ട് ചോദിപ്പിക്കുകയാണ്, പറയിപ്പിക്കുകയാണ്. അല്ല നമ്മൾ 2 മണിക്കൂർ മൈക്കിൻ്റെ മുമ്പിൽ നിന്ന് പ്രസംഗിക്കുക, അവർ ഉറങ്ങുക, ആ പരിപാടിയില്ല. അപ്പോൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ അവർക്ക് പറയാനുള്ളത് നമ്മൾ കേൾക്കുകയാണ്. അത് കേട്ട് കഴിയുമ്പോൾ നമുക്കൊരു മറുപടി ഉണ്ട്. അപ്പോൾ പലപ്പോഴും ചില ആളുകൾ, അതായത് നിങ്ങൾക്കൊരു വിഷമം ഉണ്ടെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ സന്തോഷം ഉണ്ടെന്ന് വിചാരിക്കുക, ഏതായാലും നിങ്ങൾക്ക് ഒരു സന്തോഷമുള്ള ഒരു കാര്യം, നിസ്സാരമായ ഒരു കാര്യമായിരിക്കും, അത് നിങ്ങൾക്ക് ആ സമയത്ത് നിങ്ങൾ ആ ഫീലോട് കൂടി നിങ്ങൾ ഒരാളെ വിളിച്ചു പറയുകയാണ്. പക്ഷെ അയാൾക്ക് ആ ഫീൽ കിട്ടുന്നില്ല. അയാൾക്ക് അയ്യേ ഇതെന്ത് ഇവൻ ചുമ്മാ ഇങ്ങനെ വിളിച്ച. നമ്മുടെ മൈ ബോസിലുള്ളത് പോലെ കേട്ടില്ലേ, എന്നെ ഓസ്ട്രേലിയയിൽ കൊണ്ടുപോകുന്ന ഒരു സന്തോഷമല്ല, നീ പോകുന്നതിന് ഞാൻ അതുപോലെ ദുഃഖം വരികയാണ്. നമ്മുടെ വിഷമം എന്ന് പറയുന്നത് മറ്റേ ആൾക്ക്, ധനുഷ് നേരത്തെ പറഞ്ഞത്, ആ രീതിയിൽ ഫീൽ ചെയ്യണമെന്നില്ല. പക്ഷേ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് അയാൾ കൃത്യമായി ഈ മനസ്സ് പഠിച്ചു വെച്ചിരിക്കുകയാണ്. ആ മനസ്സ് പഠിച്ചു വെച്ചിരിക്കുന്നുണ്ട്, അയാൾക്കത് അറിയാൻ പറ്റും. ഈ പറയുന്നത് ഇങ്ങനെയാണ്, ഇതിനെ ഇവർ നിസ്സാര. ഒരിക്കലും ഒരാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അപ്പോൾ ഞാൻ കവിത എഴുതുന്ന ആളും കൂടാണ്. അപ്പോൾ ഞാനൊരു കവിത എഴുതി, കറുപ്പ് എന്ന് പറഞ്ഞാൽ ലോക്ക്ഡൗൺ സമയത്താണ്. അപ്പോൾ അന്ന് ധാരാളം ഫേസ്ബുക്ക് ഗ്രൂപ്പൊക്കെ ഉണ്ട്. ആ കവിത എഴുതി വന്നപ്പോൾ എന്നെ ഒരു കറുത്ത ഒരു ലേഡി വിളിച്ചിട്ട് പറഞ്ഞു, നമ്പറൊക്കെ തപ്പി വിളിച്ചിട്ട് പറഞ്ഞു, വലിയ സന്തോഷമുണ്ട് ഞങ്ങളെക്കുറിച്ച് എഴുതിയതിൽ. 4 വരിയുള്ള കവിത, വലിയ സന്തോഷമുണ്ട്. എനിക്ക് കറുപ്പ് ആയതുകൊണ്ട് ഭയങ്കര അപകർഷതാബോധമാണ്. ഇവർക്ക് ഈ ഒരു ഫ്ലൂറസെന്റ് പച്ച എന്ന് പറയുന്ന ആ കളർ ആണ് ഉടുക്കാൻ ഇഷ്ടം, സാരി. കറുപ്പായതുകൊണ്ട് അവർക്ക് ഉടുക്കാൻ പറ്റുന്നില്ല. അപ്പൊ നോക്കൂ, ആ ആളിന്റെ വിഷമം എന്ന് പറയുന്നത് നമ്മൾ നോക്കുമ്പോൾ ഫ്ലൂറസെന്റ് വെച്ച് ഉടുക്കാൻ പറ്റാതെ വിഷമിക്കേണ്ട കാര്യമുണ്ടോ? പക്ഷെ അവരുടെ വിഷമം, അതിനാണ് അവർ ആ നമ്പർ തപ്പി പിടിച്ചിട്ട് എന്നെ വിളിച്ച് പറയുകയാണ്. സിമ്പിൾ കാര്യമാണ്. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഉടനെ അതിനെ വെച്ചിട്ട് അയ്യേ ഇത്രയും നിസാരം എന്നല്ല. ആ സംഭവം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജീവിതത്തിലെ വലിയ വിഷമമാണ്. നമ്മൾ അങ്ങനെ അങ്ങ് വിചാരിക്കണം. ആ വിഷമത്തിനൊരു പരിഹാരം. അപ്പം ഞാനിങ്ങനെ പറയാണ്, അല്ല കറുപ്പ് മറ്റേ എബ്രഹാം ലിങ്കൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള വലിയ മഹാൻ നെൽസൺ മണ്ടേലയൊക്കെ കറുപ്പായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ അവർക്കതൊരു ആശ്വാസവാക്കൊന്നുമില്ല. അവർ അതല്ല നമ്മളിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അവരെ പുകഴ്ത്തണോ?
അവരെ ആ രീതിയിൽ നമ്മൾ, അത് എൻ്റെ ട്രേഡ് സീക്രട്ട് ഒന്നും പറയാൻ പറ്റത്തില്ല. അത് പറയേണ്ട, അത് ഇവിടെ ഉള്ള ആൾക്കാർക്കൊക്കെ ഭൂരിഭാഗം പരസ്യമായുള്ള രഹസ്യമാണ്. ഇതുപോലെ ഇത് പറഞ്ഞുകൊണ്ട് ഒരു കാര്യം കൂടെ ഞാൻ പറയാം. അതായത് ഇതുപോലെ എൻ്റെ ഒരു കൂട്ടുകാരൻ എന്നെ വിളിച്ചിട്ട്, പുള്ളി ഭയങ്കര പുകവലി എങ്ങനെയാണ് നിർത്തുന്നത് എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ വളരെ സ്ട്രേറ്റ് ഫോർവേഡ്, എനിക്കിത് മോട്ടിവേഷൻ എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞു വളരെ ഈസിയാണ്, പുകവലിക്കായിരിക്കും. പക്ഷേ ഒരു മോട്ടിവേറ്റർ ആണെങ്കിൽ പറയത്തില്ല. അല്ല പറയാ, ചില മോട്ടിവേറ്റർമാർ അങ്ങനെ സാറേ, ഇത് നിങ്ങൾക്കൊരു മോട്ടിവേഷൻ സ്പീക്കർ ആകാനുള്ള കഴിവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം സാധനങ്ങളിലൂടെ പറ്റും. ഇത് തന്നെയാണ് ഇപ്പോൾ പുതുതായിട്ട് വരുന്ന പലരും. പിന്നെ ഈ മീഡിയ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ വാട്സപ്പിൽ അല്ലെങ്കിൽ യൂട്യൂബിൽ നിങ്ങൾക്കൊരു യൂട്യൂബ് ചാനലുണ്ട്. ആ ചാനലിൽ ധാരാളം ആളുകൾ നിങ്ങളെ കാണാൻ ഉണ്ടെങ്കിൽ അയാൾ പറയുന്ന പൊട്ടത്തരമാണെങ്കിൽ പോലും നിങ്ങളാണ് നമ്പർ 1 മോട്ടിവേഷൻ സ്പീക്കർ. നിങ്ങളെ വിളിക്കും. നമ്മളെയൊക്കെ വിളിക്കുന്നത് വെച്ചാൽ നമ്മളൊരു സ്ഥലത്ത് പോയി സംസാരിക്കുന്നു, അത് ഇഷ്ടപ്പെട്ടിട്ട് അടുത്ത സംഘാടകർ പറയാണ് ഇയാൾ കൊള്ളാം എന്ന് പറഞ്ഞിട്ടൊക്കെയാണ് നമ്മളെ വിളിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ എന്നിട്ട് നീയൊക്കെ തെണ്ടികളാടാ, ജാടത്തെണ്ടികളാടാ, നീയൊക്കെ ചായ തന്നില്ല എന്നൊക്കെ പറഞ്ഞ് ചീത്ത വിളിക്കുകയോ അല്ലെങ്കിൽ 4 മണിക്കൂർ വൈകി ചെല്ലുകയോ ഒക്കെ ചെയ്യുന്നത്. അത് യഥാർത്ഥത്തിൽ മോട്ടിവേഷൻ സ്പീക്കർ എന്ന് പറയുന്ന പോലും ചില സമയത്ത് ട്രോളായി മാറുന്ന ഒരു സാധനമാണ്. ആ ട്രോളിനെ ഇയാൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ വീണ്ടും ആളുകൾ മോട്ടിവേഷൻ സ്പീക്കർമാരെ വീണ്ടും ട്രോൾ ചെയ്യിക്കുന്ന തരത്തിലേക്കുള്ള ഇയാളുടെ മനോഭാവം ആ രീതിയിലേക്ക് മാറി. എന്തായാലും മോട്ടിവേഷൻ സ്പീക്കർമാരുടെ അടുത്ത ആൾക്കാർ പോകുന്നതിൽ തെറ്റില്ല. അവർക്ക് ആശ്വാസം കിട്ടുന്നെങ്കിൽ ആശ്വാസം കിട്ടിക്കോട്ടെ. പക്ഷേ അനിൽ രാമചന്ദ്രനെ പോലെയുള്ള PC ജോർജ് ആയിട്ടുള്ള മോട്ടിവേഷൻ സ്പീക്കർമാർക്കിടയിൽ, PC ജോർജ്മാർക്കിടയിൽ പോകാതിരിക്കുന്നതായിരിക്കും എല്ലാവർക്കും. അത് കൂടെ പറഞ്ഞ മോശമാണ്. അനിൽ ബാലേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ബിസിനസ്സാണ് അയാൾക്ക് പ്രധാനം. അയാൾ ഇങ്ങനെ പറയുമ്പോൾ അയാൾക്ക് റീച്ച് കിട്ടും. അല്ലാതെ ഈ മുമ്പിൽ വന്നിരിക്കുന്ന ആളുകൾക്ക് ആശ്വാസം ഉണ്ടാകുന്നുണ്ടോ, അല്ലെങ്കിൽ അവർക്ക് ഏതെങ്കിലും തരത്തിൽ അവരുടെ ജീവിതത്തെ മെച്ചപ്പെടുത്താനുള്ള എന്തെങ്കിലും വഴി ഉണ്ടോ എന്നുള്ളതൊന്നും അയാളുടെ വിഷയമേ അല്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.